വളരെ കാലങ്ങളായിട്ട് ഇത്തരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനത്ത് മാധ്യമങ്ങളും ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ റബ്ബറിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതെന്ന് വേണേൽ പറയാൻ പറ്റും. ശരിയായിട്ടുള്ള ചില കാര്യങ്ങൾ അറിയാതെയും രാഷ്ട്രീയക്കാർ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യണം. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളും ചെയ്യണം, ദോഷകരമാകുന്ന കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു മാധ്യമ സൗഹൃദം എന്ന് പറയുന്നത് ഇനി ഈ റബ്ബർ ബോർഡിൽ നമുക്കെല്ലാവർക്കും അറിയാം. പ്രസ് മീറ്റിൽ വന്ന പ്രസ് ക്ലബ്ബിൽ നമുക്ക് എല്ലാവർക്കും ഇത് നടത്താൻ സാധിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒഫീഷ്യൽസ് ഉണ്ട്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ അത് ഇന്ന് ഞാൻ 2 കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കാര്യങ്ങളുണ്ടെങ്കിലും നേരിട്ട് വിളിക്കാനും ഇവിടുന്ന് ഇതിൻ്റെ ഒഫീഷ്യൽസ് നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ മറുപടി. ഇപ്പം എൻ്റെ ഒപ്പം 2 പേരുണ്ട് ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകൾ. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയത്തിൽ 2 ഒഫീഷ്യൽസ് ഉണ്ട്. സ്വാഭാവികമായും ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം മാധ്യമങ്ങൾ ആദ്യമായി ആദ്യം എല്ലാവരും വന്നു, നല്ല സഹകരണമായിരുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങളെ ഈ സ്ഥാപനത്തിലേക്ക് വിളിച്ചത് കഴിഞ്ഞ നമുക്ക് 2014-15 മുതൽ 2026 ഈ 15 മുതൽ 26 വരെയുള്ള ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് പക്ഷേ ഇവിടുത്തെ ആർക്കും അറിയില്ല, സാധാരണക്കാർക്കും അറിയില്ല, മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയില്ല. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ റബ്ബർ കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി RPSന്റെ അനവധിയായിട്ടുള്ള പ്രതിനിധികളെ ഞാൻ നേരിട്ട് കണ്ടു. സ്വാഭാവികമായി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നമുക്കറിയാം, നമ്മുടെ ഉദ്യോഗസ്ഥത്തിൽ വരുന്ന ആളുകൾ, ഒന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ, ചെയർമാനായിട്ടുള്ള ആള് ഒന്നുകിൽ അദ്ദേഹം മറ്റൊരു ഭാഷ സംസാരിക്കുന്ന നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആളായിരിക്കാം. അവർക്ക് മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടാവാം. 2 ഒഫീഷ്യൽസിന് അങ്ങനെ പത്രസമ്മേളനങ്ങൾ ഇതുപോലെ ഒന്ന് വിളിക്കാനുള്ള ഒരു സാഹചര്യവുമില്ല. പക്ഷെ നമുക്ക് വേണ്ടത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് അറിയിക്കാൻ. അതാണ് ഒഫീഷ്യൽസ്. ഞാൻ 2 കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നുള്ളൂ. കാരണം ആത്മനിർഭർ ഭാരതുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് അറിയണം, ഈ 2014 മുതൽ 26 വരെ എന്തായിരുന്നു റബ്ബർ ബോർഡ് നമ്മൾ ചെയ്തു വെച്ചത്. ഇനി 2018 വരെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്കൊരു സന്തോഷ വാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. 2-ാം തീയതി ഞാൻ ഈ കർഷകരുമായി ഒക്കെ ബന്ധപ്പെട്ടതിന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ നമ്മുടെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽജി, അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സ് എല്ലാവരും തന്നെ നമ്മുടെ റബ്ബർ ബോർഡിൻ്റെ വിഷയത്തിൽ അടിയന്തിരമായ ഒരു ഇടപെടൽ നടത്തിത്തരാം എന്നുള്ള 2-ാം തീയതി അദ്ദേഹത്തെ കാണാനായിട്ടുള്ള ഒരു അനുവാദം വളരെ പെട്ടെന്ന് തന്നെ, ഞാൻ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ കിട്ടി എന്നുള്ളതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന്, ഈ ആത്മനിർഭർ ഭാരത് ആയി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ട എല്ലാ ആളുകൾക്കും അത് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നമുക്ക് റബ്ബർ ഉൽപാദനം 2014-15 6,45,000 ടൺ ആയിരുന്നത് 2026 അത് 90,05,000 ടണ്ണായി വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ 40.31% വർധന. അത് നിസ്സാരമായ ഒരു സംഭരം, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ലത്. കഠിന പ്രയത്നം കൊണ്ട് മാത്രം നമുക്ക് സാധിച്ചു. അതിൻ്റെ അവസാനം എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത് ഞാൻ പറയാം. 40.31% വളർച്ച, അതിൻ്റെ ഉപഭോഗം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. 2014-15 10,20,910 ഉപഭോഗം ആയിരുന്നത് 2025-26 നമുക്കത് 14,27,000 ടണ്ണായി ഉയർന്നു. അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് 39.7% വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ റബ്ബർ കൃഷിയുടെ വിസ്തൃതി 79,500 കൃത്യമായിട്ടുള്ളത് 70 സംഭവം 7,95,135.
7,95,135 ഹെക്ടറായിരുന്നു നമുക്ക് കൃഷി ഉണ്ടായിരുന്നത് 2014-15. ഇന്നത് 9,39,300 ഹെക്ടറായി 2024-25 വർദ്ധിച്ചു. അതായത് 18.13% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. റബ്ബർ വില അതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. അത് നിങ്ങൾക്ക് വേറെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. അത് RS4 ഗ്രേഡ് കിലോഗ്രാമിന് 132.57 രൂപയിൽ നിന്ന് 2014-15 ഇന്ന് 276 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 108.19% വർധന ഉണ്ടായിട്ടുണ്ട്. പോരാ, അത് ശരിയാണ്. എങ്കിലും ആ ഒരു വർധന ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് സൂചിപ്പിച്ചതാണ്. നമ്മൾ റബ്ബറിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ഒരു സമയത്ത് യഥാർത്ഥമായൊരു വസ്തുതയും കൂടെ പറയണം. കാരണം ഇന്ന് ഞാനിത് പറയുന്നത് നാളെ 2 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ കണക്ക് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് രേഖാമൂലം ഈ കത്ത് ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി, റബ്ബർ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 18,489.9 കോടി രൂപയിൽ നിന്ന് 47,123 കോടി രൂപയായി 2025-26 ഉയർന്നു. 154.89% വളർച്ചയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാൻ വയ്യാത്ത, ഇപ്പം ബോർഡുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ മേലാത്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രധാന ചില പദ്ധതികളുണ്ട്. ഒന്ന് എന്ന് പറയുന്ന എം റൂബ് എന്നൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി റബ്ബർ വിപണി സുഗമവും സുതാര്യവുമാക്കാൻ ബോർഡ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റേഷൻ വിള മാർക്കറ്റ് പ്ലാറ്റ്ഫോം വഴി ഇതുവരെ 961.83 കോടി രൂപ വില മതിക്കുന്ന 57,171 ടൺ റബ്ബർ വ്യാപാരം നടന്നിട്ടുണ്ട് എം റൂബ് വഴി. അടുത്തത് BSNR പ്ലാറ്റ്ഫോം റബ്ബർ വിതരണ ശൃംഖലയിൽ സുതാര്യത ഉറപ്പാക്കാനും യൂറോപ്യൻ യൂണിയൻ ഡിഫറൻസിയേഷൻ റെഗുലേഷൻ EUDR മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായി ആരംഭിച്ച ഭാരത് സസ്റ്റൈനബിൾ നാച്ചുറൽ റബ്ബർ പ്ലാറ്റ്ഫോം, അതും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. റബ്ബർ പ്രൊഡക്ഷൻ ഇൻക്യുബേറ്റർ സെന്റർ പുതിയ സംരംഭകർക്ക് അവരുടെ ആശയങ്ങൾ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ ആവശ്യമായ സഹായം നൽകും. ഇത് ഞാൻ മുമ്പ് കഴിഞ്ഞ തവണ നമ്മുടെ ആളുകളോട് സൂചിപ്പിച്ചതാണ്. നമുക്കെന്ന് ഇപ്പം നിങ്ങളിരിക്കുന്ന ആർക്കെങ്കിലും ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു ഉപകരണം നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അന്നും സൂചിപ്പിച്ചു, അതിന് നമുക്ക് പൈസ മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളുമായി നമ്മളുടെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യ സംവിധാനങ്ങൾ എല്ലാം തന്നെ നമ്മുടെ റബ്ബർ ബോർഡിൽ ഉണ്ട്. അതിന് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ആശയവുമായി വന്നാൽ മതി. നിങ്ങളുടെ ആശയവുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉൽപ്പന്നവുമായി തിരിച്ചു പോകാൻ, ക്വാളിറ്റി കൺട്രോൾ അടക്കം തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സംവിധാനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളുടെ ആശയം മാത്രമാണ് നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നത്. അഡ്വാൻസ് അനാലിറ്റിക്കൽ ലാബറട്ടറി റബ്ബർ ഉൽപ്പന്നങ്ങളുടെ പരിശോധനയ്ക്കായി ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ നമ്മളത് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും നിങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന എന്നോട് ഈ കഴിഞ്ഞ ദിവസവും നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇൻറോഡ് പദ്ധതി റബ്ബറിൻ്റെ ആഭ്യന്തര ഡിമാൻഡും വിതരണവും തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുന്നതിനായി ഞാൻ എടുത്തു പറയുന്നു. ആഭ്യന്തര ഡിമാൻഡും വിതരണവും തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുന്നതിനായി ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സർക്കാരിൻ്റെ അല്ല, ആത്മയുടെ സാമ്പത്തിക സഹായത്തോടെ റബ്ബർ ബോർഡ് നടപ്പാക്കിയ പദ്ധതി. ഇതുവഴി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലുമായി 1.8 ലക്ഷം ഹെക്ടർ ഭൂമിയിൽ ഇതുവരെ റബ്ബർ കൃഷി ആരംഭിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം, അവിടെ ആരംഭിച്ചിട്ടുള്ളത് 1.8 ലക്ഷം ഹെക്ടർ ഭൂമിയിൽ ഇതുവരെ റബ്ബർ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അടുത്തത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊന്നറിയിക്കണം. ഇതൊക്കെ നമ്മുടെ സാങ്കേതികമായ ചില കാര്യങ്ങളാണ് ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്. നമ്മൾ പറയാറില്ലേ, നിങ്ങൾ ചോദിക്കാറുണ്ട് കേന്ദ്ര സർക്കാരിന് അത് ചെയ്തുകൂടെ, കേന്ദ്ര സർക്കാർ ഇത് ചെയ്യാൻ പാടില്ലേ, നിങ്ങൾക്ക് റബ്ബർ വില കൂട്ടാൻ വയ്യേ, ഇങ്ങനെയുള്ള അനവധിയായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സൂചിപ്പിക്കാം. നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ
റബ്ബർ ടാപ്പർമാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ. റബ്ബർ തോട്ടം തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ ടാപ്പർമാർക്ക് ലഭിക്കുന്ന നിശ്ചിത പ്രായം കഴിയുമ്പോൾ പെൻഷൻ ലഭ്യമാണ്. ഇത് ഇവിടുത്തെ സാധാരണക്കാരായ ഞാൻ നേരിട്ട് പോയ RPS ആളുകൾക്ക് പോലും പല ആൾക്കാർക്കും വളരെ തുച്ഛമായ ആളുകൾക്ക് മാത്രമാണ്. എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥന, ഇത്ര നിങ്ങൾ ബാക്കിയൊന്നും കൊടുത്തില്ലെങ്കിലും, നമ്മളുടെ വികസനങ്ങളോ നേട്ടങ്ങളോ ഒന്നും കൊടുത്തില്ലെങ്കിലും സാധാരണക്കാരായ ഈ റബ്ബർ കർഷകരുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് അവരെ ഒന്ന് അറിയിക്കണം എന്നൊരു അപേക്ഷയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ളത്. ടാപ്പിംഗ് തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനും ഹോസ്റ്റൽ ആനുകൂല്യങ്ങളും നൽകി വരുന്നു. ഇത് നമ്മൾ 10ാം ക്ലാസ് വരെ ആയിരുന്നു അല്ലെ, 10 ക്ലാസ് വരെ, 8ാം ക്ലാസ് വരെയാണ് നമ്മൾ നൽകിയിരുന്നത്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ് മുതൽ ഏത് PhD വരെയുള്ള ആളുകൾക്ക് നമ്മൾ ഈ സഹായം നൽകുന്നുണ്ട്. അത് നമ്മളൊന്ന് അറിയിക്കണ്ടേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്രയോ ആളുകൾ ടാപ്പേഴ്സ് ഉണ്ട്. ഇന്ന് ടാപ്പർമാരെ കിട്ടാനില്ല. ഇന്ന് ഉച്ച കഴിഞ്ഞ് വേറെ മീറ്റിങ്ങുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ ഞാൻ എല്ലാവരും വരട്ടെ എന്ന് ഞാൻ ആദ്യമേ ഇത് രാവിലെ തന്നെ വെച്ചു. അപ്പം ഞാൻ റബ്ബർ കൂടുതലും ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന റബ്ബർ കർഷക ഫെഡറേഷൻ്റെ ആളുകളും തൊഴിലാളികളുമാണ്. അപ്പോൾ അവരോട് ഞാൻ പലരോടും ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാര്യങ്ങൾ ചെയ്യണം. വനിതാ തൊഴിലാളികളുടെയോ തൊഴിലാളികളുടെ മക്കളുടെയോ വിവാഹത്തിന് ധനസഹായം ഞങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വനിതാ തൊഴിലാളികൾക്ക് പ്രസവവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സഹായം നമ്മൾ ഇവിടെ നൽകുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മൾ റീപ്ലാന്റ് ചെയ്യാൻ 40,000 കൊടുക്കുന്നു, മറ്റു അനവധിയായിട്ടുള്ള പദ്ധതികൾ കൊടുക്കുന്നതിന് അപ്പുറമാണ് ഈ ആനുകൂല്യങ്ങൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റബ്ബർ തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡും റബ്ബർ ബോർഡും വഴി നിലവിൽ നൽകി വരുന്ന പ്രധാന ആനുകൂല്യങ്ങളുടെ ഏകദേശ തുക പെൻഷൻ, പ്രതിമാസ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ തോട്ടം തൊഴിലാളികൾക്ക് നിലവിൽ 2000 രൂപ പ്രതിമാസ ക്ഷേമനിധി പെൻഷൻ നൽകുന്നുണ്ട്. പ്രതിമാസ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ തോട്ടം തൊഴിലാളികൾക്ക് 2000 രൂപ നൽകുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ വീട്ടിൽ 4000 രൂപ പെൻഷൻ, 2000 രൂപ പെൻഷൻ എന്നൊക്കെ പറയുന്നില്ലേ? ഇത്തരത്തിൽ ഇത് അറിയപ്പെടാതെ പോയ ഒരു സംഗതിയാണ്. നമ്മൾ 60 വയസ്സ് കഴിഞ്ഞ അംഗീകൃത തോട്ടം തൊഴിലാളികൾക്ക് നിലവിൽ 2000 രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത്. പ്രതിമാസമാണ്. പ്രതിമാസ 2000 രൂപ. ഇത് നിസ്സാരമല്ല. കാരണം ബാക്കിയുള്ള നമ്മുടെ സർക്കാർ കൊടുക്കുന്ന പെൻഷനുള്ള നിങ്ങളൊന്ന് താരതമ്യം ചെയ്യണം. നിങ്ങൾ ചോദിക്കുന്നില്ല എന്താണ് കേന്ദ്ര സർക്കാർ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ റബ്ബറിനെ ഇത് ചെയ്യത്തില്ലേ എന്ന് നിങ്ങൾ പലപ്പോഴും എന്നോട് തന്നെ എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ചുമതലയേറ്റി അന്ന് പറഞ്ഞിരുന്നു, ഞാനിത് നിങ്ങളോട് പറയും എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ചികിത്സാ സഹായം, ഗുരുതരമായ രോഗങ്ങൾക്കുള്ള ചികിത്സ, അർബുദം, ഹൃദ്രോഗം, വൃക്കരോഗം തുടങ്ങിയ മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപ മുതൽ 50,000 വരെ രോഗത്തിന്റെ ഗൗരവവും ബോർഡിന്റെ തീരുമാനവും അനുസരിച്ച് നമ്മൾ ധനസഹായം കൊടുക്കുന്നുണ്ട്. ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കേണ്ട മറ്റു രോഗങ്ങൾക്കും ചെറിയ തുകയ്ക്കുള്ള സഹായം ലഭിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങൾക്കുള്ള സഹായങ്ങൾ, വനിതാ തൊഴിലാളികളുടെയോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ പെൺമക്കളുടെ വിവാഹത്തിന് 25,000 രൂപ വരെ ധനസഹായം ലഭിക്കും. പ്രസവ ആനുകൂല്യം, അത് 15,000 രൂപ വരെ നമ്മൾ ധനസഹായം കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ആനുകൂല്യം ഞാൻ ഒന്ന് സൂചിപ്പിച്ചു. സീരിയസ് ആയിട്ടുള്ള 50,000 രൂപ വരെയാണ് നമ്മൾ കൊടുക്കുന്നത്. വിദ്യാഭ്യാസ ആനുകൂല്യം, തൊഴിലാളികളുടെ മക്കൾക്ക് അത് പറഞ്ഞല്ലോ, അവരുടെ വിദ്യാഭ്യാസ സ്റ്റൈഫിനെ കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. വീട് നിർമ്മാണം ടാപ്പർമാർക്ക് വീട് വയ്ക്കുന്നതിന് 50,000 രൂപ അല്ലെങ്കിൽ ആകെ ചെലവിന്റെ 25%, അതിലേതാണോ കുറവ് അത് ലഭിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിതിപ്പോൾ ആദ്യമായിട്ടായിരിക്കും അറിയുന്നത്. ഞാനിത് ഒരാഴ്ചയായി ഞാൻ സ്വയം അല്ലെങ്കിൽ ഇവരോടൊക്കെ ചോദിച്ച് ഓരോ ഇതൊരു 2 ഡിപ്പാർട്ട്മെന്റ് ഞാൻ സൂചിപ്പിച്ച 2 ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം കാര്യങ്ങളാണ്. അത് ഔദ്യോഗികമായി അദ്ദേഹം സംസാരിക്കും. ഒരു
കഴിഞ്ഞ തവണ അത് 9,27,14,345 രൂപ വിതരണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. എത്ര ശതമാനം വരും? 30,000 പേർക്ക് കൊടുത്തിട്ടുണ്ട്. 30,000 ആളുകൾക്ക് ഈ സഹായം കൊടുത്തിട്ടുണ്ട്. ഈ സാധനം 100%. ഞാൻ സൂചിപ്പിച്ചല്ലോ, എല്ലാവരും പറഞ്ഞു പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ 72% നാച്ചുറൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലാണ്. ഈ വിഷയത്തിൽ ഇതുവരെ വന്നിട്ടുള്ള ആളുകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് IAS-കാരാണ് വന്നത്, IPS-കാരാണ് വന്നത്. സ്വാഭാവികമായി എന്നെ സംബന്ധിച്ച് ഞാനൊരു മലയാളിയാണ്. പക്ഷെ ഞാൻ ഈ ഓരോ കർഷകരുടെ ഇടയിലേക്കും ഞാൻ 100% പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. കുറേ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ കർഷകർക്ക് ചെയ്യുന്ന കുറേ പദ്ധതികളിലൂടെ ഞാനത് മന്ത്രി കണ്ടതിന് ശേഷം ഞാൻ പ്രഖ്യാപിക്കത്തുള്ളൂ. നിങ്ങൾ പലരും ചോദിച്ചിരുന്നു എന്താണ് മലയാളികൾക്ക് കൊടുക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ഇത് മൊത്തം ഒന്ന് ടോട്ടൽ ചെയ്ത് ഇപ്പം പറഞ്ഞല്ലോ, ഒരു ചികിത്സാ സഹായം കൊടുത്തത് മാത്രമാണ് 9 കോടി രൂപ. മൊത്തം കൊടുത്ത 9 കോടി രൂപ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. വലിയ എസ്റ്റേറ്റുകാര് അവരെക്കാൾ കൂടുതലുള്ള ആളുകൾ വേണ്ട 1 ഏക്കർ താഴെയുള്ള കർഷകർ അവർ തന്നെയാണ് അവരുടെ സ്വയം തമ്മിൽ വെട്ടുകയും ചെയ്യും. അവർക്ക് നിലവിൽ ചില പറഞ്ഞനുസരിച്ച് വെട്ടുന്നവർക്ക് ആനുകൂല്യങ്ങളുണ്ട്, തൊഴിലാളികൾക്ക് ആനുകൂല്യമുണ്ട്, അതുപോലെ തന്നെ ഈ കർഷകർക്ക് ആനുകൂല്യം പറയുന്നു. ഈ സ്വയം വെട്ടുന്ന കർഷകർക്ക് അവർക്കും 100% അവർക്കും ഇതിനകത്ത് പ്രയോജനമാണ്. ഇപ്പോ ഷാലിച്ചേട്ടൻ റബ്ബർ സ്വയം വെട്ടുക, ഷാലിച്ചേട്ടൻ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കും. ഉടമ തന്നെ വെട്ടിയാലും ഷാലിച്ചേട്ടൻ വെട്ടിക്കോ, നാളെ റബ്ബർ വെട്ടിക്കോ. നാളെ തൊട്ട് ഷാലിച്ചേട്ടൻ പോയി റബ്ബർ വെട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഷാലിച്ചേട്ടൻ നാളെ റബ്ബർ വെട്ടിയിട്ട് ഇവിടെ വന്ന് ആപ്ലിക്കേഷൻ തന്നാൽ ഈ ആനുകൂല്യം ഇവിടെ ലഭിച്ചിരിക്കും. ഇതിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഹെഡാണ് ഇവിടെ ഇരിക്കുന്നത്. ഇല്ല. അതുപോലെ തന്നെ ഞാൻ വീട് നിർമ്മാണത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. ഞാൻ 2-3 പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ ടാപ്പർമാർക്ക് കണ്ണട വാങ്ങുന്നതിന് 2,000 രൂപ. നിങ്ങൾ ഓർക്കൊരു കണ്ണട വാങ്ങുന്നതിന് എന്താ പ്രശ്നം? നമ്മളാകെ ഏറ്റവും കൂടുതൽ നമുക്ക് ആളുകൾ വന്ന് വാങ്ങിയ ഒരു സംഗതിയാണ് ഈ ടാപ്പർമാരുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് കണ്ണട. അവർക്ക് ആ കണ്ണട വാങ്ങാനുള്ള 2,000 രൂപ ധനസഹായം നമ്മൾ വേറെ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ കേരളത്തിലെ കർഷകർ, പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്ക് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് അതാണ് മുമ്പ് ചോദിച്ചത്, സാമ്പത്തിക സുരക്ഷ ഉറപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡ് മതി വിവിധ ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട്. കർഷകർക്കുള്ള പദ്ധതി അത് പറഞ്ഞില്ലല്ലോ ഞാൻ. നിങ്ങൾ ചോദിച്ചല്ലോ കർഷകരുടെ ഒരു പ്രശ്നമാണല്ലോ ഇനി അടുത്തത്. ഞാൻ ഞാൻ അന്ന് പറഞ്ഞിരുന്നു 3 ടൈപ്പിൽ ആളുകളാണ് നമുക്ക് വേണ്ടത് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. റബ്ബർ ഉൽപാദന ഇൻസെന്റീവ് പദ്ധതി, ചെറുകിട റബ്ബർ കർഷകർക്ക് റബ്ബറിന് ന്യായമായ വില ഉറപ്പാക്കാൻ ഇപ്പോൾ കേരള സർക്കാരും റബ്ബർ ബോർഡും സംയുക്തമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുന്ന വില അത് നമുക്കപ്പോൾ ഇപ്പോൾ 250 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. അതിനകത്ത് നമ്മൾ 40,000 രൂപ 40,000 രൂപയാണ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി നടക്കുന്നത് എനിക്ക് 100% പറയാൻ പറ്റും. കേരള സർക്കാർ നമ്മളുമായി ചേർന്ന് നടത്തുന്നതിൻ്റെ കാരണം ഇത് കൃത്യമായി നടത്താൻ സാധിക്കുന്നത് റബ്ബർ ബോർഡ് ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ RPS വഴി ആണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ കാര്യങ്ങൾ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയങ്ങളുള്ളതെല്ലാം തന്നെ ദൂരീകരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇത്തരം ഈ റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓരോ വിഷയങ്ങളായിരിക്കാം നമ്മൾ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത്. RPS ഇല്ലാത്ത ചെറുകിട ഇത് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായി ഇവിടുത്തെ നിങ്ങൾക്ക് പൂർണ്ണമായ ഈ റബ്ബറിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തരാൻ വേണ്ടി തന്നെയാണ് ഇനി മുന്നോട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സഹായം എനിക്ക് വേണം. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഭ്യർത്ഥന. ഒന്നത് പിന്നെ കൃഷിക്കുള്ള ഒരു ധനസഹായം ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ കൃഷിക്കാരെ പറ്റിയാണല്ലോ പറയുന്നത്. ആവർത്തന കൃഷി സബ്സിഡിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഗുണമേന്മയുള്ള തൈകൾ ബോർഡിന്റെ നഴ്സറികൾ വഴി മികച്ച ഇനം റബ്ബർ തൈകൾ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യും. നമുക്ക് നഴ്സറികൾ 6 എണ്ണം
6 നഴ്സറികളാണ്. നമുക്ക് അതുകൊണ്ടൊന്നും പ്രായോഗികമല്ല. പക്ഷേ പല സ്ഥലങ്ങളിലും നഴ്സറികളിൽ ഇനിയും നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ അത് പൂർണ്ണമായ രീതിയിൽ ചെയ്തുകൊണ്ട് കർഷകർക്ക് ബോർഡിൽ നിന്ന് തന്നെ ഗുണമേന്മയുള്ള തൈകൾ, നമ്മൾ സാധാരണ സ്വകാര്യ കമ്പനികളൊക്കെയാണ് ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തികളെയാണ് ആശ്രയിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും ഇപ്പോൾ ആൾക്കാർ റബ്ബർ തൈ വെക്കുന്നുണ്ടെന്ന്. വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് റബ്ബർ ബോർഡ് അവരെ എത്തിക്കും, അല്ലെങ്കിൽ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ അവിടെ ഒരു തീർത്തിട്ട് പറഞ്ഞാൽ പോലെ റെയിൻ ഗാർഡിംഗ് സബ്സിഡി. മഴക്കാലത്തും ടാപ്പിംഗ് മുടങ്ങാതിരിക്കാൻ റെയിൻ ഗാർഡ് പ്ലാസ്റ്റിക്കും അനുബന്ധ സാമഗ്രികളും വാങ്ങുന്നതിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ RPS വഴി ധനസഹായം നൽകുന്നുണ്ട്. റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ ഒന്നിച്ച് ശേഖരിച്ച് ഉയർന്ന നിലവാരമുള്ള ഷീറ്റുകളാക്കി മാറ്റി വിൽക്കാൻ സഹായിക്കുന്ന ഗ്രൂപ്പ് പ്രോസസ്സിംഗ് സെന്ററുകൾ GPC സ്ഥാപിക്കാൻ റബ്ബർ ബോർഡ് ധനസഹായം നൽകുന്നു. ഇപ്പോൾ നമ്മൾ ഈ GPS വഴി അവർക്ക് നിരവധിയായിട്ടുള്ള പദ്ധതികൾ, നിങ്ങൾ പോയി അന്വേഷിച്ചാൽ അറിയാം, നിരവധിയായിട്ടുള്ള പദ്ധതികൾ കൊടുക്കാൻ നമ്മൾ ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ബോർഡിന്റെ ഭാഗത്തു നിന്ന് നേരിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. ശാസ്ത്രീയമായ ടാപ്പിംഗ് രീതികൾ, റബ്ബർ പാൽ സംസ്കരണം, ഉൽപ്പന്ന നിർമ്മാണം എന്നിവയിൽ പരിശീലനവും സർട്ടിഫിക്കറ്റും ബോർഡ് നൽകുന്നുമുണ്ട്. ഇത് ഈ പറയുന്ന കർഷകരെയും കർഷക തൊഴിലാളികളുടെയും മാത്രമുള്ള ഒരു വിഷയമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത്തരത്തിലുള്ള നമ്മൾ റിസർച്ചുമായി ബന്ധപ്പെട്ടും മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ബോർഡുമായി ചേർന്ന് നിരവധി കാര്യങ്ങൾ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ഈ ആത്മനിർഭർ ഭാരതവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഇനി മുന്നോട്ട് റബ്ബർ ബോർഡ് വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ പദ്ധതികളും പ്ലാനുകളും റബ്ബർ മിഷൻ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, റബ്ബർ മിഷൻ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. റബ്ബർ മിഷൻ എന്നുള്ള രീതിയിലൊരു കാര്യം ചെയ്യണമെന്നാണ് ഞങ്ങൾ പൂർണ്ണമായും ആഗ്രഹിക്കുന്നത്. അതിന് ഉള്ള ഒരു സഹകരണം ഞാൻ പറയുന്നത്, നിങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ എഴുതിക്കോളൂ, എല്ലാ കാര്യങ്ങളും അത് എഴുതണം, എങ്കിൽ മാത്രമേ നമുക്കറിയാമല്ലോ പ്രതിപക്ഷം ഉണ്ടെങ്കിലേ ഭരണപക്ഷമുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ റബ്ബർ ബോർഡിൻ്റെ ഈ തരം സഹായങ്ങളും പദ്ധതികളും നിങ്ങൾ ജനങ്ങളിലേക്ക് കൂടി എത്തിച്ചാൽ നമുക്ക് ഈ റബ്ബറിനെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് മുന്നിൽ വെക്കാനുള്ള ഒരു അഭ്യർത്ഥന. 7 ലക്ഷം ഹെക്ടർ 9 ലക്ഷമായി എന്ന് പറയുന്നത് അത് ഇന്ത്യ മൊത്തമാണോ കേരളത്തിൽ വർദ്ധിക്കുകയാണോ ഉണ്ടായിട്ടുള്ളത്, കുറയാണ്? കേരളത്തിൽ കുറഞ്ഞിട്ടില്ല. കേരളത്തിൽ കുറഞ്ഞ അൺടാപ്ഡ് ആയിട്ടുള്ള ഏരിയകളാണ് കേരളത്തിൽ കുറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി പുതിയ പദ്ധതികൾ, ആത്മയിൽ നിന്ന് ഉള്ള പൈസയാണല്ലോ അവിടെ കൊടുത്തിരിക്കുന്നത്, അതിൽ നിന്നുള്ള പൈസ കേരളത്തിന് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 100 കോടി രൂപ ആത്മ അൺടാപ്ഡ് ഏരിയയിലെ ഇപ്പോൾ കർഷകർക്ക് കൊടുക്കാനും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, ഞാൻ അന്ന് നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, ഇതിപ്പോൾ ആധികാരികമായിട്ടാണ് പറയുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവിടെ ഇല്ല എങ്കിൽ നമുക്ക് ടാപ്പിംഗ് ആൾക്കാരെ കൊണ്ടുവരാനും അവർക്ക് പരിശീലനം കൊടുക്കാനും അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് 100 കോടി രൂപ ആത്മ നമുക്ക് കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട്. ഈ ആത്മ എന്ന് പറയുന്ന സംഘടന അവരുടെ ലാഭത്തിന് വേണ്ടിയാണ്, ടയർ കമ്പനി ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലാണല്ലോ കൂടുതൽ പണം മുടക്കുന്നത്. അവർക്ക് കുറഞ്ഞ ഉൽപ്പാദനത്തിൽ ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിത് വിചാരിച്ചിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. ഇനി അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അൺടാപ്ഡ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ പുതിയ നമ്മൾ പദ്ധതി വെക്കുന്നതോടൊപ്പം തന്നെ എങ്കിലും നമുക്കിനി വേണം ഈ പറയുന്നത് ഇപ്പൊ നിലവിൽ വേണ്ടതാണ് 5 മെട്രിക് ലക്ഷം ടൺ റബ്ബർ നമുക്ക് വേണം. നമ്മുടെ ഇവിടെ ഉൽപാദനം എവിടെയൊക്കെയാണോ, അതാണ് ഞാൻ പറഞ്ഞ റബ്ബർ മിഷൻ. എല്ലാ തരത്തിലും എവിടെയൊക്കെ നമുക്ക് റബ്ബർ വെക്കാമോ അവിടെയെല്ലാം റബ്ബർ ഭാരതത്തിൽ ഉൽപ്പാദിപ്പിച്ചാൽ കേരളം ഉൾപ്പെടെ മുഴുവൻ സ്ഥലങ്ങളിലും ആവർത്തന കൃഷി ഉൾപ്പെടെ ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ 18-19 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന 5 മെട്രിക് ടണ്ണൊന്നും പോരാ, അതിനും മേളിലുള്ള വരണം. ഇപ്പം നമുക്ക് 9 ലക്ഷം മെട്രിക് ടൺ റബ്ബർ മാത്രമാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പം നമുക്ക് 15 വേണം. അപ്പോൾ ബാക്കിയുള്ള റബ്ബർ ഉൽപ്പാദിപ്പിക്കാനുള്ള ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ബോർഡ് കൈക്കൊണ്ടിട്ടുള്ളത്. അതിനകത്ത് കേരളത്തിന് പ്രാധാന്യമായ 72% കേരളത്തിൽ നിന്നുണ്ട്. ബാക്കി അതിൻ്റെ സെൻസസ് 75%, അതായത് ഓരോ കർഷകരുടെ വീട്ടിൽ പോയി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം 75% പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ പൂർത്തിയാക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ശക്തമായ ഒരു നിലപാടുകളിലേക്ക് പെട്ടെന്ന് നമുക്ക് പറ്റത്തില്ല. രാജ്യാന്തര വിപണിയിൽ അത് കുറഞ്ഞു ഇത് കുറഞ്ഞു,
റബ്ബറിൻ്റെ വില കുറഞ്ഞു, അങ്ങനെ നമുക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് സ്വാഭാവികമായ നടപടിക്രമങ്ങളിലൂടെ റബ്ബറിനെ ഒരു ആൾക്കാർക്ക് പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരണം, അവരെ അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് പ്രതീക്ഷ, ഇപ്പം നിലവിലുള്ള പ്രതീക്ഷ. ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷിക്ക് പ്രോത്സാഹനം സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന റബ്ബറിന് ഇവിടുത്തെ ആഭ്യന്തര ലഭ്യമാകുന്ന റബ്ബറിന്റെ ചെലവ് തമ്മിൽ വളരെ കുറവുണ്ടെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ആ കുറവുള്ളത് കൊണ്ട് ഇവിടുത്തെ ഈ ടയർ കമ്പനികൾക്ക് അവിടെ നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്യാൻ സാഹചര്യം ഉണ്ടാകും. തന്മൂലം ഇവിടെ ഉത്പാദിപ്പിക്കുന്ന റബ്ബറിന് വിലയില്ലാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പൊ റബ്ബറിന്റെ വില ഇന്ത്യയിൽ ഒട്ടാകെ ഒരുപോലെ ഒന്നാം മാത്രമല്ലേ ഉള്ളൂ ഒരു പ്രയോജനം ഉണ്ടാവും. സ്വാഭാവികമായും കറക്റ്റാണ്. കാരണം അവിടെ ഉണ്ടാക്കുന്ന റബ്ബർ എന്ന് പറയുന്നതും ഇപ്പൊ അവിടെ ഇപ്പോൾ തൈകൾ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങനെ ഈ പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാഹചര്യം ആയിട്ടില്ല. സ്വാഭാവികമായി നമുക്ക് അത് ഈ പറയുന്ന രീതിയിലുള്ള പ്രചരണത്തിന്റെ ഭാഗമാണ്. അത് ത്രിപുരയിലാണ് കൂടുതലുള്ളത്. ആയിട്ടില്ല, അതായിട്ടില്ല, ടാപ്പ് ചെയ്യുന്ന ആയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞത് അത് ടാപ്പ് ചെയ്യുന്ന പരുവത്തിൽ അത് നമ്മൾ തുടങ്ങിയിട്ട് ഇത്രയും കാലയളവ്. ആത്മായുടെ ഇൻട്രോഡ് പദ്ധതി ഈ വർഷം തുടങ്ങണം. നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്, മന്ത്രിയോട് പറയാൻ പോകുന്നതും ഇൻട്രോഡ് പദ്ധതി പുനരാരംഭിക്കണമെന്ന് ഈ പറയുന്ന ഭാരതത്തിന്റെ ഇപ്പൊ പറയുന്ന 9,000 കോടി നമുക്കിപ്പോ നാണ്യവിള നമ്മൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി റബ്ബർ ഇമ്പോർട്ട് ചെയ്യാൻ 9,000 കോടി രൂപയാണ് നമുക്കിപ്പോൾ വേണ്ടി വരുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അല്ലാത്ത രീതിയിലുള്ള നമ്മൾ തന്നെ ഈ റബ്ബർ ഈ ഭാരതത്തിൽ ഉത്പാദിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് സങ്കല്പം നമ്മുടെ ഉള്ളത്. ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ റബ്ബറിന്റെ വില ഉയർന്നു നിൽക്കുമ്പോൾ ഈ ആത്മാവുള്ള വൻകിട കോർപ്പറേറ്റുകൾ സ്വാഭാവികമായി ആഭ്യന്തര വഴിയിൽ റബ്ബർ മേടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ലാഭം കൊയ്യാൻ വേണ്ടിയല്ലേ ഈ CSR ഫണ്ട് വഴി റബ്ബർ കൃഷി ആക്കുന്നത്? ഒരിക്കലും ഞാൻ പറഞ്ഞ ഇത് ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും കൃഷി ആരംഭിക്കണം എന്നാണ് പറഞ്ഞത്. ഒന്ന് ആത്മാ വഴി ഇത് ചെയ്യുന്നതിന് ആഭ്യന്തര വിപണിയിൽ നമുക്കറിയാം ആസിയൻ കരാറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ 25% 2 പോർട്ടുകളിലൂടെ ആക്കുകയും ഈ കാര്യങ്ങളും ചെയ്ത് ഇതുകൊണ്ട് മാത്രമാണ്. അതിനകത്ത് അതാണ് ഇപ്പൊ നിങ്ങൾ പോലും ഈ രീതിയിലാണ് ധരിക്കുന്നതെങ്കിൽ സാധാരണ ജനങ്ങൾ എന്താണ് ധരിക്കും? ഇല്ല, അത് പറഞ്ഞാൽ പറ്റില്ല. റബ്ബർ ബോർഡ് തന്നെ ഇതിന്റെ ചെലവ് കണക്കൂട്ടുമ്പോൾ 330 രൂപ ഒരു കിലോ റബ്ബറിന് ചെലവാകുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളതായിരുന്നു. അതുപോലെ എത്തുന്നുണ്ട് ഉത്പാദന ചെലവ് 330 രൂപ വരെ ഇല്ല. അത് ഓരോ റീജിയനും ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ അനുസരിച്ച് 111 രൂപയാണ് റബ്ബറിന്റെ കൃഷി ചെലവുകൾ മാത്രം നമ്മൾ കണക്കൂട്ടുമ്പോൾ. മറ്റുള്ള അത് 4 തരത്തിലാണ് കണക്കൂട്ടുന്നത്. സ്ഥലത്തിന്റെ വില അടക്കം കണക്കൂട്ടുമ്പോഴാണ് അത് 200 രൂപയ്ക്ക് അടുത്തായിട്ട് സാധാരണ രീതിയിലുള്ള കൃഷിയുടെ ചെലവ് കൂട്ടുമ്പോഴേക്കും അത് കണക്കാക്കാറില്ല. നമ്മളിതിനകത്ത് ശരിക്കും ഉണ്ടല്ലോ ഈ പറയുന്ന ഒന്ന് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ അത് ടാപ്പിംഗ് ആയിട്ടില്ല. അവിടുന്ന് റബ്ബർ കൊണ്ടിരുന്നു എന്നാണ് ഇപ്പോഴും പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇത് ആയി വരണം, അതാവണം തന്നെയാണ് ഞാനിപ്പോഴും ചെയർമാൻ എന്നുള്ള നിലയിൽ പറയുന്നത്. ഇനി നമുക്കൊരു 8-9 ലക്ഷം മെട്രിക് ടൺ ഉണ്ടാവണം. അത് ഈ കേരളത്തിലും ഉണ്ടാവണം, പരമാവധി സ്ഥലത്തുണ്ടാകണം, ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ടായാൽ മാത്രമേ. ഞാൻ പറഞ്ഞല്ലോ ഈ 9,000 കോടി രൂപ മുടക്കിയിട്ടാണ് ഇപ്പം ജോബി നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുന്നു. ആ ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് റബ്ബർ ആവശ്യമുണ്ട്. അത് ഇറക്കി തരേണ്ട ബാധ്യത എന്ന് പറയുന്നത് സർക്കാരിന്റെ ബാധ്യതയാണ്. നിങ്ങൾക്ക് തന്നേ പറ്റൂ. അപ്പൊ അതാണ് ആസിയൻ കരാർ. ആസിയൻ കരാറിൽ പരമാവധി നമ്മൾ ചെയ്യാവുന്ന ചെയ്തു. ഇനി ബാക്കി ഉള്ളത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഒരു വാഗ്ദാനം ഉണ്ട്. അതായത് റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാണ്. നേരത്തെയുള്ള കഴിഞ്ഞ പത്രികകളൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അത് ഇതുവരെ പാലിച്ചിട്ടില്ലെന്ന് മറ്റ് രാഷ്ട്രീയ വിമർശനം. മറ്റൊന്ന് അതിന് കൂടെ തന്നെ കേരളമായിരുന്നു റബ്ബറിന്റെ വിപണി. ഇപ്പൊ അത് ത്രിപുരയാണ്. അതിന്റെ പിന്നിലും ചില ദുരുദ്ദേശമുണ്ടെന്നൊക്കെ രാഷ്ട്രീയ വിമർശനം. ഇല്ല, അങ്ങനെ വിപണി ത്രിപുരയായിട്ടില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ആ ഒരു നെറേറ്റീവ് മാറ്റിയെടുത്തുകൊണ്ട് ഇതുവരെ പിന്നെ താങ്കൾ ചോദിച്ച 300 രൂപ തറവില എന്നുള്ളത് കേന്ദ്ര സർക്കാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇല്ലില്ല, തെരഞ്ഞെടുപ്പില് അല്ല അതൊക്കെ അവരോട് അതെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ നേരിട്ട് പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല.
കാരണം വാഗ്ദാനങ്ങൾ ഉണ്ടാവാം, പക്ഷെ പ്രകടന പത്രിക പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇപ്പം നാളെ ഹരി വാഗ്ദാനം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയരുത്, ഞാൻ കേട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പ്രകടന പത്രികയില്ലേ, കാരണം പ്രകടന പത്രിക എൻ്റെ കയ്യിലുണ്ട്, അതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ എനിക്ക് 100% ഉറപ്പുണ്ട് അതിന് മേളിലേക്ക് റബ്ബർ വരെ എത്തിക്കാനായിട്ട് സാധിക്കുന്ന പദ്ധതികളുമായി നമ്മൾ മുമ്പോട്ട് പോകും. ഇറക്കുമതി ചുങ്കം നമ്മള് പിടിക്കുന്നുണ്ടല്ലോ, എന്നാലും അതിന്റെ വരുന്ന അതിന്റെ ഒരു തുകയായി നിൽക്കുന്ന വലിയൊരു തുക കേന്ദ്ര സർക്കാരിന്റെ പക്ഷത്ത് അത് ഉപയോഗിച്ചാൽ തന്നെ ഈ താങ്ങുവില വർദ്ധിപ്പിക്കാൻ പറ്റും, മറ്റു ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശദീകരണം. അല്ല, അതിന് ബോർഡിന്റെ ഭാഗത്ത് നമ്മൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? അത് കഴിഞ്ഞ സമീപകാലത്തെ കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി വൻതോതിൽ കൂടുന്നു. കഴിഞ്ഞ വർഷത്തെക്കാളും 45% വർധന ഈ വർഷം രേഖപ്പെടുത്തിയായിട്ട് നിങ്ങൾ സ്റ്റാറ്റിക് റിപ്പോർട്ട് അവസാന റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ഈ 45% ഇത് കുറയ്ക്കാനോ അല്ലെങ്കിൽ ടാക്സ് ഏർപ്പെടുത്താനോ ഉള്ള നടപടികൾ റബ്ബറിന്റെ ഭാഗത്ത് ഉണ്ടാകും. 100%. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ഇത് ഈ വിഷയം ജോബി ഉദ്ദേശിച്ച ആ വിഷയം വരികയും കോമ്പൗണ്ട് റബ്ബർ അതിന് വേണ്ടിയിട്ട് ബോർഡിൻ്റെ തീരുമാനം, ബോർഡിന് മിനിറ്റ്സ് ഉണ്ട്, ബോർഡിൻ്റെ തീരുമാനം നമ്മൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കാര്യത്തിൽ ശക്തമായ നിലപാട് റബ്ബർ ബോർഡ് എടുത്തിട്ടുണ്ട്. അത് സർക്കാർ അത് പരിഗണനയിലേക്ക് വെച്ചിട്ടുണ്ട്. 100% അത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരിക. കർഷകരെ സംബന്ധിച്ച് കർഷകർക്ക് പ്രതീക്ഷ, നിങ്ങൾ റബ്ബർ വ്യാപനം വർദ്ധിപ്പിക്കുന്ന പറയുമ്പോൾ കർഷകർക്ക് പ്രതീക്ഷ ഉണ്ടാവണം, ഇതുകൊണ്ട് ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന്. അത് ആ പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മുടെ മലയോര മേഖല റബ്ബർ തോട്ടങ്ങൾ മുഴുവൻ കാട് കയറി ടാപ്പിംഗ് ഇല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. നിലവിൽ ഈ ആത്മപോലുള്ള സംഘടനകൾ വിപണിയിൽ ഇടപെട്ടുള്ളൂ. ഇപ്പം ആഗോള വിപണിയിൽ റബ്ബറിന് 300 രൂപയാണെങ്കിൽ ഇവർക്ക് ഇറക്കുമതി എല്ലാം കൂട്ടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ചിലവാകുന്നു. പക്ഷേ അപ്പോഴും നമ്മുടെ ആഭ്യന്തര വിപണിയിൽ റബ്ബറിന് 260 രൂപയൊക്കെ കിട്ടുന്നുള്ളൂ. ഇത് ഇത്തരത്തിലുള്ള ഈ ആത്മപോലുള്ള സംഘടനകൾ ഇടപെടുമ്പോൾ റബ്ബർ ബോർഡിന് ആഭ്യന്തര വിപണിയിൽ വില വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയുള്ള എന്തിടപെടലാണ് നടത്തുന്നത്? ഇതിനകത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ സൂചിപ്പിക്കാം. റബ്ബർ ബോർഡിന് വിപണിയിൽ ഇടപെടാനുള്ള ഒരു സാധ്യതയില്ല. ഒന്ന്, അതിനുള്ള ഒരു പദ്ധതി എന്നല്ല, നമുക്ക് അതിനുള്ള നിയമമില്ല. പക്ഷേ റബ്ബർ ഇപ്പോഴും നമ്മൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച 1947 റബ്ബർ ആക്ട് വഴിയാണ് നമ്മൾ ഇപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലേ? ഇനി റബ്ബർ ബില്ല് അത് പാർലമെന്റ് സെഷന്റെ മുമ്പിലാണ്. ആ റബ്ബർ ബില്ല് വരുന്നതോടുകൂടി വിപണിയിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. പക്ഷെ അതിനകത്ത് പറയുന്ന കർഷക ദ്രോഹമായി അത് എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, അതുണ്ടാവും. പിന്നീട് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ആത്മയുടെ പണം കേരളത്തിൽ, ഞാൻ ഉറപ്പ് പറയുന്നത് കേരളത്തിലും കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ അൺടാപ്ഡായിട്ടുള്ള 2 ലക്ഷം ടൺ റബ്ബറും കൂടി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് അൺടാപ്ഡ് ഏരിയയും കൂടെ അതിനു വേണ്ടിയിട്ടുള്ള സഹായം ബോർഡിന്റെ ആത്മാവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചെലവാക്കാൻ നമ്മൾ തയ്യാറാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ CO നോംസ് അനുസരിച്ചുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ പരിഷ്കരിക്കണമെന്ന് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. അത് സംബന്ധിച്ച് അത് നമ്മൾ സാറേ ഒരു മിനിറ്റ്, അദ്ദേഹം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമോ? CO നോംസ് അനുസരിച്ചുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ പരിഷ്കരിക്കുന്നതിന് അങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അത്തരത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഇതിൽ പരിഗണിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യും. കേരളം വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇത് കൂടാതെ മറ്റേ സംസ്ഥാനങ്ങളൊക്കെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളല്ലാതെ ഇനിയിപ്പോൾ നിലവിൽ ഈ എൻറോഡ് പദ്ധതി ഇപ്പോൾ ഇതുകൊണ്ട് ഈ വർഷം കൊണ്ട് ഇത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മൾ വീണ്ടും പറയുന്നത് അത് ആ പദ്ധതി ആവിഷ്കരിക്കണമെന്നും അതുകൊണ്ടാണ് റബ്ബർ മിഷൻ പദ്ധതി പ്രകാരം എവിടെയൊക്കെയാണോ നമുക്ക് കൃഷിക്കാൻ, എല്ലാ സ്ഥലത്തും കൃഷി പറ്റില്ലെന്ന് നമുക്കറിയാം. കൃഷി ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെ എല്ലാം കൃഷി ചെയ്യണമെന്നുള്ള അഭിപ്രായമാണ് റബ്ബർ ബോർഡിനുള്ളത്. ഏതാ സംസ്ഥാനങ്ങള്? ജാർഖണ്ഡിലും ബീഹാറിലും ട്രയൽ നടത്തുന്നുണ്ട്. കേരളത്തിൽ എത്രത്തോളം വ്യാപനം വർദ്ധിച്ചിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായി കേരളത്തിൽ റബ്ബർ കൃഷിയുടെ വ്യാപനം കുറയുകയാണ്. നിങ്ങൾ അതിപ്പോൾ സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല. വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? അതിനെ കുറിച്ച് കേരളത്തിൽ റബ്ബർ കൃഷി വർദ്ധിച്ചിട്ടില്ല, അതൊരു സ്റ്റാഗ്നേറ്റ് ചെയ്ത അവസ്ഥയിലാണ്.
കാരണം നമ്മൾ റബ്ബർ കൃഷി ചെയ്യാവുന്ന മേഖലയിലെല്ലാം റബ്ബർ കൃഷി ആയി കഴിഞ്ഞു. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ അവര് തിരിച്ചു പോവാണല്ലോ, റബ്ബർ കൃഷിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പൊ എത്ര കുറവ് വന്നിട്ടുണ്ട്? സ്റ്റാഗ്നേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ കുറഞ്ഞ് തിരിച്ചു പോയി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കൂടുതൽ ഏരിയ വരുന്നു എന്ന് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് ആവർത്തന കൃഷിയിലേക്ക് അവരെ കൊണ്ടുവരണം. കൃഷിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങൾ പോകണം മലബാർ മേഖലകളിൽ റബ്ബർ മറ്റ് കൃഷികൾ തുടങ്ങിയ ആളുകൾ അതിന്റെ ഫലത്തിലെത്തിയ സമയത്തേക്ക് അവർക്ക് അത് എന്തുകൊണ്ട് മുറിച്ചു മാറ്റേണ്ടി വന്നു? വീണ്ടും അവരവിടെ റബ്ബറിലേക്ക് വരുന്നു. റബ്ബറിലേക്ക് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനും ആ മറ്റു പദ്ധതികളിലേക്കും വേണ്ടി 100% ആ പദ്ധതികൾ കൊണ്ടുവന്ന് ഞാൻ കോട്ടയംകാരൻ എന്നുള്ള നിലയിൽ, നമ്മളിരിക്കുന്ന എല്ലാവരും കോട്ടയംകാരാണ്, ആ കോട്ടയംകാരൻ എന്നുള്ള നിലയിൽ ഞാൻ ഉറപ്പ് നൽകും. ഈ ആത്മയുടെ പിന്തുണയോടുകൂടി കൂടുതൽ റബ്ബർ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതാണ് പറയുന്നത്. ഇറക്കുമതി കുറയ്ക്കാനുള്ള നടപടികൾ അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുണ്ട്. സഹോദരൻ, ഞാൻ പറഞ്ഞത് ഈ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരിധിയുണ്ട്. ആസിയൻ കരാറിൽ ഇപ്പൊ ഞാൻ പറയല്ലോ, VD സതീശൻജി കയറിയിരുന്നാലും രാഹുൽജി കയറിയിരുന്നാലും പിണറായി വിജയൻജി കയറിയിരുന്നാലും നമുക്ക് ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു അംശം പോലും കൂടുതൽ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം ആത്മയുടെ ഇത് വെച്ചിട്ടുള്ള ഏറ്റവും പരമാവധി ഇറക്കുമതി ചുങ്കം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറം ചെയ്യാൻ സാധിക്കില്ല, അത് ആരെ കൊണ്ടും സാധിക്കില്ല. അതാണ് അതിന്റെ നിയമം. അതിന് മേളിൽ പോകാൻ പറ്റത്തില്ല. അത് കാരണം അതാണ് 25%. അതിൽ ഏറ്റവും ടോപ്പ് വെച്ചിരിക്കുന്നത് നമ്മുടെ സർക്കാർ. എല്ലാവരും ഈ പറയുന്ന എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിരുന്നു റബ്ബർ ബോർഡ് വ്യവസായികളെ സഹായിക്കാനാണ്, ഇറക്കുമതി ചുങ്കം കുറയ്ക്കുമെന്ന് പറഞ്ഞ സമയത്ത് തന്നെയാണ് കൂട്ടുവാണ് ഇത്. കറക്റ്റായിട്ട് ആ ചെയ്യുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനകത്തൊരു അഭിമാനമുണ്ട് നമുക്ക്. ഇപ്പം സാർ പറഞ്ഞ പോലെ ഇവിടെ ഉത്പാദനം വർദ്ധിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയായിട്ട് നിലനിൽക്കുമ്പോൾ ഈ കമ്പനികൾക്ക്, ഈ ആത്മാർത്ഥമുള്ളവർക്ക് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരത്തില്ലേ? സ്വാഭാവികമായിട്ടും എല്ലാ കമ്പനികളും അതല്ലേ ചെയ്യും. അല്ല, ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതുകൊണ്ടാണ് പ്ലാന്റേഷൻ നടക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ അവരതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ നിരവധി. അതായത് ഞാൻ ഉദാഹരണം പറയാം, കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം, നിങ്ങൾ അതുകൂടെ ചേർക്കണം. കോട്ടയം പാർലമെന്റിൽ 1413 വീടുകൾ അടഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരാൾ പോലും ഇല്ലാത്ത വീട്, അമ്മയും അച്ഛനും മാത്രമുള്ള വീടുകളുണ്ട്. എല്ലാവരും കേരളം വിട്ടു. അത് റബ്ബറിന്റെ വില ഇല്ലാത്തതുകൊണ്ട് പോയതല്ല, അവർ ഈ നാട് വിടുകയാണ്, നാടേ വിട്ടുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 75% നമ്മൾ ടാപ്പ് ചെയ്യാത്ത സ്ഥലങ്ങളും മുഴുവൻ കാര്യങ്ങളും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം എടുത്തു കഴിഞ്ഞു. നമ്മൾ ആലോചിക്കണം, കേരളം മുഴുവൻ പോയിട്ട് ഈ കോട്ടയം പാർലമെന്റിലെ മാത്രം അവസ്ഥ ഞാൻ പറയുന്നത്. തിരുവല്ല, പത്തനംതിട്ട മേഖലകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഇതോടെ എടുക്കുമ്പോൾ കേരളത്തിൽ ആരും ഇല്ല, വയോജനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് റബ്ബറിന്റെ പ്രശ്നം കൊണ്ട് പോയതല്ല, യുവാക്കൾ ആരും പോകുന്നില്ല. അപ്പൊ യുവാക്കളെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ബിസിനസ് പരമായി അവർക്ക് നാളെ റബ്ബർ വെട്ടണമെന്ന് പറഞ്ഞാൽ അവർ റബ്ബർ വെട്ടൊന്നുമില്ല. അതുകൊണ്ട് ബാക്കി ഇവിടെ നിൽക്കുന്ന യുവാക്കളും യുവതികളുമായിട്ടുള്ള ആളുകൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് ഞാൻ ആദ്യം മുതൽ സൂചിപ്പിക്കുന്നതാണ് അവരെ ആ തരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മളെല്ലാവരോടും ശ്രമിച്ചാൽ നടക്കുള്ളൂ. അതായത് റബ്ബർ ബോർഡ് മാത്രമായിട്ട് ശ്രമിച്ചാൽ നടക്കുക. നിങ്ങളും അതിനകത്ത് പ്രധാന പങ്ക് വഹിക്കേണ്ടത് ഞാൻ നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ റബ്ബറിനെതിരായി സാധനം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൊടുക്കണം. അത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതുകൂടെ നിങ്ങൾ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ നേരിട്ട് പോയ അത് അതിനെക്കുറിച്ച് കർഷകർ അതിൻ്റെ ഒരു ഉദാഹരണമുണ്ട്. ഇത് ഞാൻ പോയതാണ് ആസാമിലും ബാക്കി ത്രിപുരയിലും എല്ലാം ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഇടുന്ന സമയത്ത്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ജോബിയുടെ വീട്ടിലെ റബ്ബറുണ്ട്. പുള്ളി രാവിലെ പോരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു തൊഴിലാളി വരണം, നേർപകുതി അദ്ദേഹത്തിന് കൊടുക്കണം. ഞാൻ പറഞ്ഞ വേറെ രീതിയിലല്ല. പക്ഷെ അവിടെ ഞാൻ കണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ചേർന്ന് രാവിലെ ഈ സാധനമായിട്ട് ഇറങ്ങും. അവർ കൃഷി വളവടിയിൽ വെട്ട് പാൽ അവർക്ക് 100 രൂപ കിട്ടും. ഞാൻ വേറെ രീതിയിൽ പറയുന്നതല്ല, ഇത് വാർത്തയാക്കാൻ വേണ്ടി പറയുന്നതല്ല. കോട്ടയത്തെ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നതാണ്, ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. അവർക്ക് 100 രൂപ കിട്ടിയാലും മതി, അങ്ങനെ കിട്ടണം എന്നല്ല ഞാൻ പറയുന്നത്. അവരെല്ലാവരും ഇറങ്ങുകയാണ്. ശരിക്കും അത്തരത്തിലുള്ളൊരു മേഖലയിൽ ഈ പുതിയ തലമുറ, നമ്മുടെ ഇവിടെ നിന്നുള്ള തലമുറ ഒരു കാര്യത്തിലും ഇടപെടാതെ മാറി നിൽക്കുന്നു എന്നുള്ള ഒരു ആശങ്കയും ഈ കൂടെ നമുക്ക് പങ്കുവച്ചേ പറ്റും. അല്ല, ഈ ട്രൈബൽ ഏരിയ എന്ന് മാത്രമല്ല, അവിടെ അൺടാപ്ഡ് ആയിരുന്നു. ആ ട്രൈബൽ ഏരിയയിൽ കൊടുക്കുന്ന അതേ പൈസ ഇന്നിവിടെ നമ്മളും കൊടുക്കുന്നുണ്ട്. അതേ പൈസ അല്ലേ, അതേ പൈസ മാത്രമല്ല നമ്മൾ അവിടെയും കൊടുക്കുന്നുള്ളൂ.
അത് പക്ഷെ നമുക്ക് സ്വാഭാവികമായും ഒരുപോലെയാണ് ചെയ്യാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ അതിന് ഒരു ഡയറക്ഷൻ തരും. അല്ല, അതിൽ സ്വാഭാവികമായിട്ട് കേരളത്തിൽ വേജ് കൂലി കൂടുതലാണ്. കൂടുതലും നമ്മൾ ലേബറിനെയാണ്, പെയ്ഡ് ലേബറിനെയാണ് ഉപയോഗിക്കുന്നത്. ആ രണ്ട് ഘടകങ്ങളുണ്ട്. അവിടെ കൂടുതൽ ഫാമിലി ലേബറാണ്. പിന്നെ ഇൻപുട്ട് കോസ്റ്റ് എന്ന് വെച്ചാൽ അവർ അവിടുത്തെ വിർജിൻ സോയിലായതുകൊണ്ട് വളമിടേണ്ട കാര്യമില്ല, അവർ സ്വന്തമായിട്ട് പണി ചെയ്യുന്നു. അത് ഈ കാരണം കൊണ്ട് അവിടെ കൂടുതൽ ഉൽപ്പാദന ചെലവ് കുറവാണ് ഇവിടുത്തെ കേരളത്തെ അപേക്ഷിച്ച്. അത് അവര് സോഷ്യൽ ഡെവലപ്മെന്റ് ലെവൽ നോക്കുമ്പോൾ കേരളത്തെക്കാളും വളരെ പുറകിലാണ് അവർ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അവർ ശരിക്കും അവിടുത്തെ ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കൂടിയാണ് റബ്ബർ കൃഷി. അവിടെ എന്താ പറയുക, ത്രിപുര പോലെയുള്ള സ്റ്റേറ്റ് ഒരുപാട് ഈ ഇൻസർജൻസി ഉണ്ടായിരുന്ന ഒരു, ത്രിപുര മാത്രമല്ല ഈ നോർത്ത് ഈസ്റ്റ് മിക്കവാറും സ്റ്റേറ്റുകളിൽ ഇൻസർജൻസി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയാണ്. അതിനൊരു പരിധി വരെ ത്രിപുരയിലൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മറ്റ് സ്റ്റേറ്റുകളിലും സ്വാഭാവികമായിട്ടും ഈ നമ്മളവിടെ പോയി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാവും, ഒരു 70കളിലോ 60കളിലോ കേരളത്തിലുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളുണ്ട്. അപ്പം ആ ഒരു അവരെ മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു പോസിബിലിറ്റി ഇതിൻ്റെ പുറകിലുണ്ട്. റബ്ബർ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മാർഗം മാത്രമാണ്. ഒരു ബ്രോഡർ കോണ്ടെക്സ്റ്റിൽ നമ്മളിതിനെ സംശയം അല്ല, ആ പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്യാനുള്ള ഒരു നിലപാടില്ല. ആ പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്യാനുള്ള നിലപാടില്ല. ഇല്ല, ഒരിക്കലുമില്ല. അവരുടെ അതിനകത്ത് അതാണ് പ്രശ്നം. ഒരു മിനിറ്റ്, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിപ്പോ ചോദിച്ച ഒരു ചോദ്യം വലിയ പ്രശ്നമാണ്. സനോജ് അത് ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം എന്താ പ്രശ്നം എന്നറിയോ? ഈ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ തീരെ പാവങ്ങളായിട്ടുള്ള ആൾക്കാർ, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം അവരെല്ലാം ടൗണിലേക്ക് മാറ്റി. അതായത് മറ്റുള്ള അവരുടെ നല്ല നിലവാരത്തിലേക്കുള്ള ജീവിത നിലവാരം എങ്ങനെയാണ് അവർ കിടന്നത് നമ്മൾ ഇദ്ദേഹം ആദ്യം തന്നെ സൂചിപ്പിച്ചു. എങ്ങനെയാണ് ആ 60 ആ കാലഘട്ടം അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ കിടന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പോയതിന് ശേഷം ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട സംഗതിയാണ്. അവരുടെ കുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ആ പിന്നാക്കാവസ്ഥയെ ചൂഷണം ചെയ്യുവാണെങ്കിൽ ആ കുട്ടികൾ ആ കുഞ്ഞുങ്ങൾ അതുപോലെ എന്നും കിടക്കുള്ളൂ. ത്രിപുരയിലെ ചോദ്യമല്ല, ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ കേരളത്തിൽ എത്രത്തോളം നമുക്കത് ഈ ഉത്പാദനം കൂട്ടാൻ സാധിക്കും? കാരണം ഇങ്ങനെ ഒരു ക്രൈസിസ് നിൽക്കുന്നുണ്ടല്ലോ ഉത്പാദന ചിലവെന്ന് പറയുന്നത്. അപ്പൊ അത് മറികടന്ന് എങ്ങനെ കേരളത്തിൽ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ്. വർദ്ധിപ്പിക്കാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ അൺടാപ്ഡായിട്ട് അത് ടാപ്പ് ചെയ്യാതെ വെറുതെ കിടക്കുന്ന തോട്ടങ്ങൾ നമുക്ക് ടാപ്പിങ്ങിലേക്ക് കൊണ്ടുവന്ന നമുക്ക് ഇവിടെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് നമുക്കിവിടെ റെയിൻ ഗാർഡിങ് പോലെയുള്ള കുറേ പണ്ട് നമ്മൾ കൂടുതൽ വ്യാപകമായിട്ട് സ്വീകരിച്ചിരുന്ന പല കാര്യങ്ങളും കുറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഈ ഇത് നമ്മൾ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ ഈ റബ്ബർ എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം അല്ലാതെയായി മാറിക്കഴിഞ്ഞു വലിയൊരു ശതമാനം. അവരെ സംബന്ധിച്ച് ഒരു പ്രയോറിറ്റി അല്ല. അതേസമയം നോർത്ത് ഈസ്റ്റിൽ അവരെ സംബന്ധിച്ച് അവർ ജീവിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പം നമുക്കിത് ഒരു സെക്കൻഡറിയോ ടെർഷ്യറിയോ ഇൻകമായിട്ട് ഇത് റബ്ബറിൽ നിന്നുള്ള ഇൻകം മാറുന്നെങ്കിൽ ഇത് ഓപ്ഷണലായിട്ട് മാറും. ഇത് ടാപ്പ് ചെയ്ത് ചെയ്യാതെ കിടന്നാലും അയാൾക്ക് ജീവിക്കാനുള്ള മാർഗമുണ്ട്. ഇതുകൊണ്ട് മാത്രമല്ല അയാൾ ജീവിക്കും. അപ്പം ആ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അൺടാപ്ഡ് ഏരിയ ഉണ്ടാവുക. അതായത് ടാപ്പ് ചെയ്യാതെ കിടക്കുന്നുണ്ട്. തോട്ടങ്ങൾ നമുക്ക് ടാപ്പിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇതിപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ വന്നതേ ഉള്ളൂ. വർഷങ്ങൾ അദ്ദേഹത്തിന് ഏതാണ്ട് വളരെ കുറച്ച് കാലങ്ങളേ ഉള്ളൂ. ഇതുപോലെ എല്ലാ മേഖലകളിലെയും പെടുത്തിയിട്ടുള്ള പ്രസ് മീറ്റുകളെല്ലാം തന്നെ ഇനി ഇവിടെ വെച്ച് തന്നെയായിരിക്കും. ഒറ്റ കാര്യമുണ്ട്, കാരണം ഇതിൻ്റെ എക്സ്പെർട്ടുകളെ വെച്ചുകൊണ്ട് മാത്രം ഇന്ന് 2 മേഖലയാണ്. ഒന്ന് നമ്മുടെ അവർക്ക് ബെനിഫിറ്റ്സ്, അതാണ് ആദ്യം ജനങ്ങളിൽ എത്തേണ്ടത്. അതും പിന്നെ നിങ്ങളുടെ സാധാരണ ചോദ്യം വരുന്ന ഇതുമാണ്. ഞാൻ ചെയർമാൻ ആയതിനു ശേഷം എടുത്ത തീരുമാനം ഒരു കാലത്തും എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ 3 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ഇതുപോലൊരു പ്രസ് മീറ്റ് ബോർഡിൽ പ്രസ് മീറ്റുകൾ ഇഷ്ടംപോലെ നമ്മൾ നടത്തിയിട്ടുണ്ട്. റബ്ബർ ഞാൻ തന്നെ കോട്ടയത്ത് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ തരത്തിലുള്ള നിങ്ങൾക്ക് ഏത് സമയത്തും സമീപിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും റബ്ബർ ബോർഡിലേക്ക് ആശ്രയിച്ചുകൊണ്ട് ഈ ആസ്ഥാനത്ത് സമീപിച്ചുകൊണ്ട്, അതുപോലെ RRI ഉണ്ട് പുതുപ്പള്ളിയിൽ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അവിടെയും പോകണം. കാരണം അവിടെ അതുപോലെ നമ്മളുടെ കുറേയധികം ആളുകൾ ശാസ്ത്രജ്ഞരായിട്ടുള്ള, ഇപ്പം ശാസ്ത്രജ്ഞരുടെ കുറവൊക്കെ പറഞ്ഞു, അതിനെ അടുത്ത ഇതിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അതെല്ലാം തന്നെ ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ നിയമിക്കപ്പെടും. എല്ലാം ഒരാളെയും ഇല്ലാതെ, വേക്കൻസി ഇല്ലാതെ മുഴുവൻ നമ്മൾ ആ റബ്ബർ ബോർഡിനെ ആ രീതി ബോർഡിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടുമായി ഞാൻ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തരുന്നു. ഈ കോട്ടയത്തുള്ള നിങ്ങൾ, ബാക്കിയുള്ളതൊന്നും പ്രശ്നമല്ല. കാരണം ഭാരതത്തിൽ മൊത്തം റബ്ബറിൻ്റെ ഇത് കൊണ്ടു കേരളത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കൊടുക്കണം. എല്ലാവരും വെച്ചാൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്.
ഗവൺമെന്റ് ബജറ്റിലൊക്കെ ഫണ്ട് അപ്പോഴത്തേക്കാൾ ഒരുപാട് കുറഞ്ഞു. കേൾക്കുന്നില്ല കേന്ദ്ര സർക്കാർ ബജറ്റ് അനുവദിച്ചിരിക്കുന്ന ഫണ്ടിന്റെ അളവൊക്കെ കുറയും. ഫണ്ട് അല്ല, നമ്മളുടെ റബ്ബർ ബോർഡിനുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ പറ്റും, കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടായിരുന്നതിൽ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ അതിപ്പോൾ അതിൻ്റെ ഈ ചെലവുകളൊക്കെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചെങ്കിലും ദൈനംദിന കാര്യങ്ങൾക്ക് അപ്പുറം ഏറ്റവും നല്ല മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ കണ്ട ഒരു സർക്കാർ കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റ് ഇതാണ്. നാളെ ഞാൻ പറഞ്ഞല്ലോ ഒരു നല്ല വാർത്ത എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2-ാം തീയതി ഞാൻ നമ്മുടെ മിനിസ്റ്ററുമായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് കേരളത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിൻ്റെ കാര്യം പ്രധാനമായും പരിഗണനയിൽ ഉന്നയിച്ചു. ഒരു റബ്ബർ ബോർഡ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടുത്തെ മാത്രം കാര്യങ്ങളല്ല, നിങ്ങൾ പറഞ്ഞ പോലെ അതെല്ലാം ഉണ്ട്. എങ്കിൽ കേരളത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എനിക്കൊരു കാര്യം, നിങ്ങൾ നാളെയോ നാളെ കഴിഞ്ഞോ ഒരു 3 മാസമൊന്നും പറയരുത്, എനിക്ക് 1 വർഷത്തെ സമയം തരണം. 1 വർഷം കൊണ്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ആ 1 വർഷം കൊണ്ട് അടിപൊളി ഒരു മാറ്റം കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ ഈ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നവരുടെ ആനുകൂല്യങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ റബ്ബർ ബോർഡ് ഇത്രയും നാളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ബുക്ക്ലെറ്റ് പോലും തയ്യാറാക്കിയത് ആളുകളെ അറിയിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളത് സമ്മതിക്കേണ്ട കാര്യമില്ല. ഈ തന്നെയല്ല, ഇപ്പൊ RPS അംഗത്വം എടുത്താൽ മാത്രമാണോ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക? സാധാരണ ഒരു 100 റബ്ബർ ഉള്ള ഒരാൾ സ്വയം നേരത്തെ പറഞ്ഞ പോലെ വീട്ടുടമസ്ഥൻ തന്നെ വെട്ടുന്നതായിരിക്കാം. ആ ആള് എങ്ങനെയാണ് ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇതിന്റെ ഒരു മാനദണ്ഡം ഇത് എങ്ങനെയാണ്? ഇത് ആർക്കൊക്കെ ലഭിക്കും? ഇത് അങ്ങനെ തയ്യാറാക്കുന്ന ഒരു ബുക്ക്ലെറ്റ് വല്ലതും തയ്യാറായിക്കൂടെ? ഒരു കാര്യം കൂടി ഇദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ ഇവിടുത്തെ ഒരു പ്രത്യേക അവസ്ഥ. ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു മലയാളിയെ കൊണ്ട് വെച്ചു. നിങ്ങളെ എല്ലാവരും എല്ലാവരുമായും അറിയാം, നിങ്ങളുമായി എനിക്ക് ആശയവിനിമയം നടത്താം. അദ്ദേഹം ചോദിച്ചാൽ 100% ശരിയാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. 100% അങ്ങ് ചോദിച്ച ചോദ്യം 100% പ്രാക്ടിക്കൽ ജനങ്ങളിലേക്ക് എത്താത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള ലഘുലേഖകൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ എൻ്റെ ബോർഡിൽ ഇനി വരാൻ പോകുന്ന മെമ്പർമാർ ഒരു കാരണവശാലും ഇവിടെ പൂർണ്ണമായി തങ്ങിയിരിക്കണം എന്നുള്ളതല്ല. പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ RPSകൾ ഇപ്പോൾ RPSൽ ഇരിക്കുന്ന ഇപ്പോൾ RPSൻ്റെ ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. RPSൽ ഇരിക്കുന്ന ആളുകൾ പുതിയ യുവാക്കൾ വരുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾ 80 വയസ്സ് 85 വയസ്സുള്ള ആളുകളായിരിക്കും. കാരണം എന്താ? ഇപ്പോൾ അവരുടെ സൗജന്യമായിട്ടുള്ള പ്രയത്നമാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിനി എൻ്റെ ആഗ്രഹമാട്ടോ, ബോർഡിൻ്റെ തീരുമാനമല്ല, എൻ്റെ ആഗ്രഹം RPSൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഓണറേറിയം, അവരുടെ വരുമാനത്തിൽ നിന്നുള്ളൊരു ഓണറേറിയം കൂടി ബൈലോ മൊത്തത്തിൽ ഈ ഇവിടെ മാറ്റിക്കഴിഞ്ഞാൽ പുതിയതായി കുറച്ച് ആൾക്കാരുടെ അതിനകത്തേക്ക് കടന്നു വരും. ഈ കാര്യം ശരിയാണ്. 100% ഇത്തരത്തിലുള്ള നമ്മൾക്ക് ബുക്ക്ലെറ്റ് ഉണ്ട്. അത് ഇനി മുതൽ ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങും എന്നുള്ള കാര്യത്തിലൂടെ ഞാൻ ഒരു കാര്യം കൂടെ എന്റെ നാട് പത്തനംതിട്ടയാണ്. എന്റെ നാട്ടിലൊക്കെ ഈ റബ്ബർ ടാപ്പിംഗ് ഉപേക്ഷിക്കുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കാട്ടുപന്നിയുടെ ശല്യമാണ്. രാവിലെ പുലർച്ചെ 4:30-ക്കും 5:30-ക്കും ഒക്കെ ടാപ്പിങ്ങിന് വേണ്ടി ചെറിയ ടോർച്ച് കൊണ്ടൊക്കെ ടാപ്പിങ്ങിന് പോകുന്ന ആളുകളൊക്കെ ഒരുപാട് പേര് പരിക്ക് പറ്റി ആശുപത്രിയിലായി. അപ്പം അത് ഇപ്പം ഗവൺമെന്റ് നിയമപ്രകാരം കാട്ടുപന്നികളെ ഏത് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് റബ്ബർ ബോർഡിന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അവർക്ക് ഈ എന്തെങ്കിലും ചികിത്സാ സഹായം ഒക്കെ ഈ ഒരു പ്ലാനിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഉണ്ട് 100%. നമുക്ക് ഇപ്പൊ നമുക്കറിയാം കേരളത്തിലാണ് ഏറ്റവും കാട്ടാനകളുടെ ശല്യം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ടാപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വീട്ടിൽ വളർത്തുന്നതല്ലാത്ത കേരളത്തിലെ പോലീസുകാർ അവരുടെ സമീപത്ത് ഇത് മാത്രമല്ല അവരുടെ തൊഴിലിടങ്ങളിലോ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലും ഈ വന്യമൃഗ സംരക്ഷണങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്രാവശ്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലേ പണം അതിനകത്ത് മലയോര ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. മലയോര മേഖലയിൽ ഈ പറയുന്ന വന്യമൃഗശല്യങ്ങളുടെ ആക്രമണത്തിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അത് ഞങ്ങൾ പൂർണ്ണം വഹിക്കും എന്നുള്ള സംശയം. നിങ്ങൾ ചോദിച്ചാൽ ചോദ്യം മനസ്സിലായി. ബോർഡ് അംഗങ്ങൾ വന്നിട്ടില്ല. അപ്പൊ സനോജിത് ചോദിച്ചില്ല ആകെ പ്രശ്നം സനോജിന്. അതുകൊണ്ട് ഇല്ല ബോർഡ് യോഗം കൂടിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കൂടി. അതെ കഴിഞ്ഞ ഇനി ഞാൻ പറയുന്ന 1 മാസത്തിനകം കൂടാൻ പറ്റും. കാരണം ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നാളെ ഡൽഹിക്ക് 2-ാം തീയതി പോകുന്നത്. 1 മാസം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് 1 മാസം എൻ്റെ പ്രതീക്ഷയാണ്. അപ്പോൾ അതിനകത്ത് പല ക്രൈറ്റീരിയ ആണ്. ഒരു ഉദാഹരണം പറയാം. ഈ ബോർഡ് അംഗങ്ങളായിട്ട് വരേണ്ടവർ കേരളത്തിൽ നിന്ന് മാത്രമല്ല,
നമ്മുടെ ഇപ്പോൾ കൃഷി ഇല്ലാത്ത ഇപ്പോൾ പുതിയൊരു തീരുമാനം അനുസരിച്ച് കൃഷി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും കൂടെ വരണം. കാരണം അതിൻ്റെ ബിസിനസ്സുമായൊക്കെ ബന്ധപ്പെട്ട് റബ്ബറിൻ്റെ അഡ്വാൻസ്ഡായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൃഷി ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവിടെയും റബ്ബറിൻ്റെ ബിസിനസ് ഉണ്ട്. അപ്പോൾ എല്ലാ തലത്തു നിന്നുള്ള ആൾക്കാർ വരണം, എല്ലാ മേഖലയിൽ നിന്നും. നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങൾക്ക് 100% പരിശോധിക്കാം. അതിന് ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. രാജ്യസഭയിൽ നിന്ന് 2 പേരുണ്ട്, ലോക്സഭയിൽ നിന്നുണ്ട്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രേമചന്ദ്രനാണ്, വേണമെങ്കിൽ വേറെ ലോക്സഭയിൽ നിന്ന് ആൾക്കാരെ വെക്കാൻ വയ്യേ. അതിനുശേഷം വന്ന ആൻഡോ ആൻ്റണിയാണ്, കേരളത്തിൽ നിന്നുള്ള ആൻഡോ ആൻ്റണിയാണ് ഞങ്ങളുടെ കൂടെ ബോർഡ് അംഗമായിട്ടുണ്ടായിരുന്നത്. 2 ഏക്കർ ചെറുകിട കർഷകർക്കായിട്ടുള്ള 50 ഏക്കർ താഴെയുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ 5 ഏക്കറിൽ താഴെയുള്ള ആൾക്കാർ, 50 ഏക്കറിന് മുകളിലുള്ള 2 പ്രതിനിധികൾ വേണം. ത്രിപുരയിൽ നിന്ന് വേണം, ആസാമിൽ നിന്ന് വേണം. അപ്പോൾ ഇത്തരം ആളുകളെ സെലക്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു താമസം വരും. കഴിഞ്ഞ പ്രാവശ്യവും ചെയർമാൻ വന്നു കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞ് എന്നെ പ്രഖ്യാപിച്ചത്, 1.5-2 മാസമായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനുള്ളൊരു സാവകാശം കൂടി വേണ്ടി വരും. അല്ലാതെ നാളെ പറഞ്ഞു ബൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യരുത് എന്നും കൂടി ഒരു അപേക്ഷയുണ്ട്. എല്ലാ ജനങ്ങളും എത്തിക്കണമല്ലോ. അപ്പോൾ മീഡിയ പ്രതിനിധികൾ ബോർഡിൽ മീഡിയ അല്ല, മീഡിയ അതിനകത്ത് അങ്ങനെ ഒരു പ്രതിനിധിയുടെ പേര് പറയുന്നില്ല. പക്ഷെ ഞാനൊരു ഒരു കാര്യം പറയാം, അത് അദ്ദേഹം ചോദിച്ചൊരു നല്ല ചോദ്യമാണ്. ഞാൻ വേറെ കുറച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കാരണം ഒന്ന്, അഡ്വൈസറി ബോർഡ് എന്നുള്ള നിലയിൽ പല രീതിയിലുള്ള അഡ്വൈസറി ബോർഡുകളുടെ ചെയർമാന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിലേക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും കോട്ടയത്തെ മാധ്യമ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ അതിനകത്ത് പ്രതിനിധികളായിട്ട് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് എൻ്റെ ഒരു ഞാൻ പറയും, ഇന്ന് ഇവിടെ വിളിച്ച് റബ്ബർ കൃഷി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെയും പരിഗണിക്കണം. റബ്ബർ കൃഷി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെയും പരിഗണിക്കും. അല്ല, ഞാൻ പറഞ്ഞത് എനിക്കിതിനകത്ത് എല്ലാവരെയും, കാരണം ഞാൻ 26 വർഷമായി കോട്ടയം ജില്ലയിൽ ഇത്തരത്തിലുള്ള നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി നിൽക്കുന്നയാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു പരിഗണന തരിക എന്ന്, കാരണം നമുക്ക് ഇപ്പം ഇതുകൊണ്ട് 2 പേരുണ്ട്. എനിക്ക് എല്ലാ കാര്യത്തിലും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ വേറെ അടുത്ത ദിവസം തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ട് വന്നതിന് ശേഷം വളരെ വലിയ ഇപ്പം ലോകകപ്പൊക്കെ നടക്കുക, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ ഏതായാലും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും റബ്ബറിനെ സംബന്ധിച്ച് ഈ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഈ ആസ്ഥാനത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ആസ്ഥാനത്ത് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുമായി മുമ്പോട്ട് പോകണം, നിങ്ങളുമായി സഹകരിച്ച് കൊണ്ടുപോകണം, നിങ്ങളുമായി ഒരു സൗഹൃദ രീതിയിൽ എല്ലാവരും സനോജ് ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. എല്ലാവർക്കും ഭക്ഷണം ഇപ്പം ഞങ്ങളുടെ വേറൊരു പ്രശ്നം ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ചില അസൗകര്യങ്ങൾ നേരിടും. നമ്മുടെ ക്യാൻറ്റീനുണ്ട്, ക്യാൻറ്റീൻ ഇൻവേഷൻ നടക്കുകയാണ്. പക്ഷെ നമ്മൾ ഭക്ഷണം 6th ഫ്ലോറിൽ നമുക്ക് ക്യാൻറ്റീൻ ഏറ്റവും താഴത്തെ നിലയിലാണ്. പക്ഷേ 6th ഫ്ലോറിൽ നമ്മൾ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം